ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായമാണല്ലോ. 44-ാം അധ്യായത്തിൽ ഒരു പ്രാവശ്യം കൂടി ജോസഫ് തൻ്റെ സഹോദരന്മാരെ പരീക്ഷിച്ച് ബെഞ്ചമിന് വേണ്ടി യഹൂദ വാദിക്കുന്നതും താൻ അടിമയായിരിക്കുവാൻ അവിടെ തയ്യാറാകുന്നതുമായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. 45-ാം അധ്യായത്തിലാണ് ജോസഫ് തന്നെ സഹോദരന്മാർക്ക് ഇപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ഈജിപ്തുകാരെ എല്ലാം അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ ഉറക്കെ കരഞ്ഞുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ കരച്ചിൽ ഈജിപ്തിലെ ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. എന്തോ ഉച്ചത്തിലായിരിക്കണം ജോസഫ് അവിടെ കരഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുക, ജോസഫ് ഇപ്പോൾ കരയേണ്ടവനാണോ സഹോദരന്മാരെ കരയിപ്പിക്കേണ്ടവനാണോ? ലോകപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാനുഷിക രീതി അനുസരിച്ച് കരയിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം തൻ്റെ സഹോദരന്മാർ തന്നെ ഒരുപാട് കരയിപ്പിച്ചതാണ്. അവർ കൊല്ലാൻ ഉദ്ദേശിച്ചതാണ്. മൂത്ത ജ്യേഷ്ഠൻ ഇടപെട്ടത് കൊണ്ട് മാത്രം മരിച്ചില്ല എന്ന് മാത്രം. അത് കഴിഞ്ഞൊരു അടിമയായി ദാസനായി തന്നെ വിറ്റുകളഞ്ഞതാണ്. അത്രമാത്രം തന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ആ രാജ്യത്തിൻ്റെ എല്ലാ അധികാരവും ജോസഫിനുണ്ട്. ഫറവോ പറഞ്ഞത്, സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനാണ്. മോതിരം ജോസഫിൻ്റെ വിരലിലാണ്. അവൻ പറയുന്നതാണ് നിയമം, അവൻ ഇടുന്നതാണ് മുദ്ര. എല്ലാത്തിനുള്ള അവകാശം ജോസഫിനുണ്ട്. പക്ഷേ ജോസഫ് അവിടെ കരയിപ്പിക്കേണ്ടവൻ സ്വയം കരയുകയാണ്. അതാണ് ഒരു ദൈവപുരുഷൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് ദൈവം ജോസഫിന് നേരിട്ട് വെളിപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോസഫിന് പറയുന്നതായോ ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. പിതാക്കന്മാരുടെ കാലത്ത് അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോലും അവർക്ക് പലപ്പോഴും പാളിച്ചകൾ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ജോസഫ് അപ്രകാരം അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ താൻ മരിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് സ്വപ്നം വ്യാഖ്യാനികളുടെ കഴിവ് ദൈവം തന്ന് തന്നെ ഇത്രത്തോളം ഉയർത്തിയ ആ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ വായിക്കുന്ന ജോസഫ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ സഹോദരന്മാരൊക്കെ ഭ്രമിച്ചു പോകുകയാണ്. അവരതിശയിച്ചു പോയി. അപ്പോൾ ജോസഫ് അവരോട് പറയുന്നതായ വാക്കുണ്ട്, നിങ്ങളല്ല എന്നെ ഇവിടെ അയച്ചത്. നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ദൈവം നിങ്ങൾക്ക് മുന്നമേ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരും നമുക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളവരും നമ്മെ ഉപദ്രവിച്ചിട്ടുള്ളവരെ കാണുമ്പോൾ നിങ്ങളല്ല അതിന് കാരണം, ദൈവഹിതമാണ് എന്നിലിപ്പോൾ സംഭവിക്കുന്നതെന്ന് എപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് നമ്മൾ നീതിമാന്മാരും നീതിമതികളും വിശ്വാസികളുമാകുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളെ ദ്രോഹിച്ചവർക്ക് ദൈവം അവരെ ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവികമല്ല. ദൈവം അവരോടും ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. ഇവിടെയാണ് ജോസഫ് ഒരു ഉത്തമനായ ക്രൈസ്തവൻ്റെ, പുതിയ നിയമത്തിലൊരു ക്രൈസ്തവ വിശ്വാസി എന്തായിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ജോസഫ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ജോസഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെ ക്രൂശിച്ചവരെ നോക്കി, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ കർത്താവ് പിന്നീട് പ്രാർത്ഥിച്ചു. ഇതന്നെ ജോസഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, നിങ്ങളല്ല എന്നെ ഇവിടെ അയച്ചത്,
നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം എന്നെ അയച്ചു എന്നാണ്. എന്നെ ഇവിടെ ദൈവം ആ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്റ്റ് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുകയാണ്. പക്ഷേ അവിടെ എല്ലാം ജോസഫ് എത്രമാത്രം വിനയപ്പെടാമോ അത്രമാത്രം വിനയപ്പെട്ട് ദൈവത്തിന് തന്നെ പൂർണ്ണമായി അവിടെ സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന എത്രയും വേഗം എൻ്റെ അപ്പൻ ഇവിടെ കൊണ്ടുവരണം, എനിക്ക് എൻ്റെ അപ്പനെ കാണണം. അങ്ങനെ എന്നിട്ട് നിങ്ങളിവിടെ വന്നിട്ട് അവിടെ ആ പ്രദേശത്തെ ഏറ്റവും സമൃദ്ധമായ ദേശത്ത് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, ഗോഷേനിൽ. ഇന്നിപ്പോൾ ആ ഫറവോ രാജാവിന് എന്നോടുള്ള താല്പര്യവും എനിക്കുള്ള ഇവിടെയുള്ള സ്വാധീനവും നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോവുക. നിങ്ങളുടെ കുഞ്ഞുമക്കളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങൾക്കുള്ളതെല്ലാം ഇങ്ങി പോരട്ടെ. നിങ്ങളെ ഇനിയും ഉള്ള കാലം ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം എന്ന് ഇവിടെ പറയുകയാണ് ജോസഫ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് അദ്ദേഹം അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. നമുക്ക് പറയുന്നു, അദ്ദേഹം ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ച് അവിടെ കരയുന്നുണ്ട്. ഇത് തൻ്റെ സ്വസഹോദരനാണല്ലോ, മറ്റെല്ലാ സഹോദരന്മാരെയും ചുംബനം നൽകി അദ്ദേഹം അവിടെ ഇത് കരയുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹം അവിടെ പ്രകടമാക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിൻ്റെ അടുത്ത് വന്നു എന്ന വാർത്ത ഫറവോ രാജാവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഫറവോ രാജാവിനോട് ഒരുപക്ഷെ ജോസഫ് ഇതിനു മുമ്പുള്ള താൻ എങ്ങനെ ഇവിടെ വന്നെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ, ഫറവോ രാജാവിനോട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടാകും. അപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാരൊക്കെ ഇവിടെ വന്നു. ജോസഫ് അവരെ തന്നെ വെളിപ്പെടുത്തുന്ന പറയുമ്പം ഫറവോ രാജാവും അവൻ്റെ ദാസന്മാരൊക്കെ ഏറെ സന്തോഷിക്കുകയാണ്. കാരണം അത്രമാത്രം അവർ ജോസഫിനെ സ്നേഹിക്കുകയും അവനെ കരുതുകയും ചെയ്യുന്നവരാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യനാണെന്ന് ഫറവോയ്ക്കറിയാം. ജോസഫ് മുഖാന്തരമാണ് ഇപ്പോൾ തൻ്റെ രാജ്യം അഭിവൃദ്ധിയിലേക്ക് വന്നിരിക്കുന്നതെന്നും എല്ലാ അനുഗ്രഹങ്ങളും ഈ ഫറവോ രാജാവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദേശം മുഴുവൻ ക്ഷാമത്തിലായിരിക്കുമ്പോൾ ജോസഫിലൂടെ ദൈവം പ്രവർത്തിച്ച് തൻ്റെ രാജ്യത്തെ ആ ക്ഷാമത്തിൽ നിന്ന് ദൈവം സംരക്ഷിച്ച അനുഭവം ഫറവോ രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഫറവോ രാജാവ് അവരോട് പറയുന്നു, നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങളുടെ അപ്പനെ വിളിച്ചുകൊണ്ട് പോവാ. എന്നിട്ട് അദ്ദേഹം തന്നെ രഥം അവർക്ക് അപ്പനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടെ കൊടുത്തു വിടുകയാണ്. രാജകീയമായി ജോസഫിൻ്റെ അപ്പനെ യാക്കോബിനെ കൊണ്ടുവരുവാനുള്ള ക്രമീകരണം ദൈവം ചെയ്യുകയാണ്. ഇപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിലും ഇനിയൊരു പുതിയ അനുഭവത്തിലേക്ക് അദ്ദേഹവും പ്രവേശിക്കാൻ പോകുകയാണല്ലോ. അങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ അവർക്ക് നൽകി അവർക്ക് ആവശ്യമായ എല്ലാം കൊടുത്തു. ബെഞ്ചമിന് 300 വെള്ളിക്കാശും വെള്ളി നാണയവും കൊടുത്ത് അവരെ അവിടെ നിന്ന് യാത്ര അയക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കാര്യം കൂടി ജോസഫ് സഹോദരന്മാരോട് പറയുന്നു, വഴിക്ക് വെച്ച് നിങ്ങൾ സണ്ട കൂടരുത്. കാരണം അവരുടെ സ്വഭാവം ജോസഫിന് വളരെ നേരത്തെ അറിയാമല്ലോ. അവരൊക്കെ വെറും മാനുഷികമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർ ചില കാര്യങ്ങളിലൊക്കെ തർക്കങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്ന് ജോസഫ് ജ്യേഷ്ഠ സഹോദരന്മാരെ ഉപദേശിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. കാരണം ദൈവാത്മാവുള്ളവന് മാത്രമേ അപ്രകാരം അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് യാക്കോബിൻ്റെ അടുത്ത് ചെന്ന് ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ സന്തോഷ വാർത്ത യാക്കോബ് ഇവിടെ അറിയുമ്പോൾ നമ്മൾ വായിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഉന്മേഷമുണ്ടായെന്നാണ് പറയുന്നത്. വലിയ ധൈര്യവും വലിയ സന്തോഷം. കാരണം നഷ്ടപ്പെട്ടു എന്ന് താൻ വിചാരിച്ചിരുന്ന തൻ്റെ മകനെ തനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അവനിപ്പോൾ ആരാണ്? മിസ്രയീം ദേശത്ത് അവന് രാജാവിനെ പോലെ രാജാവിനോട് ചേർന്ന് വസിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്ഥാനത്താണ്. ഇതിൽ പരം ഒരു സന്തോഷത്തിൻ്റെ അനുഭവം എന്താണ് ഒരു പിതാവിന് ഇനി അറിയുവാനുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്ന് 7 ഇരട്ടിയായി തനിക്ക് എല്ലാം തിരിച്ചു ലഭിക്കുന്ന ഒരു വലിയ അനുഭവം യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാവുകയാണ്. ഒരുപാട് ശോധനകളിലൂടെ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ ദൈവം യാക്കോബിനെ കടത്തിക്കൊണ്ടുവന്നത് ഈ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും വരുന്നതായ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരമായി കണ്ടുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് പൂർണ്ണമായി എപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നുവോ അപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ജോസഫിൻ്റെ ഈ ജീവിതവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.